എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ അലൈഡ് ഹെൽത്ത് സയൻസ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ സ്പെഷ്യൽ അലോട്ട്മെന്റ് നവംബർ 20 മുതൽ നവംബർ 22 ഉച്ചയ്ക്ക് 12 മണി വരെ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. മുൻ അലോട്ട്മെന്റുകൾ വഴി കോളേജിൽ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്തവർക്ക് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC അതായത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്കാണ് ഈ അലോട്ട്മെന്റിൽ അങ്ങനെയുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമാണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെയുള്ളവർക്ക് ഈ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അത് നിങ്ങൾ അലോട്ട്മെന്റ് കിട്ടി ജോയിൻ ചെയ്ത കോളേജിൽ എന്ത് ചെയ്യുക, ചോദിക്കുക NOCയുടെ കാര്യത്തിനെ പറ്റി. പിന്നെ BSc നഴ്സിംഗ് കോഴ്സ് LBSന്റെ BSc നഴ്സിംഗ് കോഴ്സിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റ് ഇന്ന് LBSന്റെ എല്ലാ ജില്ലയിലെയും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. സോ വേക്കൻസി ഒക്കെ ഉണ്ടായിരുന്നു. വേക്കൻസി ലിസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒഫീഷ്യൽ സൈറ്റിലും പിന്നെ LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സീറ്റ് വേക്കൻസിയിലേക്ക് അടിസ്ഥാനത്തിൽ കാൻഡിഡേറ്റ്സിന് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടാവും റാങ്കിൻ്റെയൊക്കെ ബേസിസിൽ. സോ സ്പോട്ടിന് പോയവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുക. നിങ്ങൾക്ക് ഈ സ്പോട്ടിൽ അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലയോ എന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് പറയുക. BSc നഴ്സിംഗിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റ് കിട്ടിയ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യുക, പറഞ്ഞിരിക്കുന്ന തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഏത് കോളേജിലാണോ കിട്ടിയത് ആ കോളേജിലെ ഡോക്യുമെന്റ്സും അലോട്ട്മെന്റ് മെമ്മോയും ഫീസും അറ്റിച്ചെന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. സോ ഇന്ന് എല്ലാ ജില്ലയിലെയും ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് സ്പോട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലയിലും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്റ്റുഡൻസ് എത്തി ഇതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മെജോറിറ്റി അതായത് എല്ലാ സീറ്റും തന്നെ ഫിൽ ആയിട്ടുണ്ട്. സോ BSc നഴ്സിംഗിൻ്റെ ലാസ്റ്റ് അലോട്ട്മെന്റ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി BSc നഴ്സിംഗിന് അലോട്ട്മെന്റ് കാണാൻ ചാൻസസ് ഇല്ല. കാരണം സീറ്റൊക്കെ ഫുൾ ആയിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾ ഇന്ന് സ്പോട്ടിൽ പോയവർക്ക് അറിയായിരിക്കും സീറ്റ് വേക്കൻസിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സസിന് നേരത്തെ നടത്തിയതിൻ്റെ ബാക്കിയായിട്ട് അലോട്ട്മെന്റ്സ് കണ്ടിന്യൂ ചെയ്യും. BSc നഴ്സിംഗിൻ്റെ സ്പോട്ട് അലോട്ട്മെന്റിൽ ഇന്ന് LBSന്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അലോട്ട്മെന്റ് കിട്ടാത്തവർ എന്ത് ചെയ്യേണ്ട, ഒരു വിധത്തിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇത് അലോട്ട്മെന്റ് ആണ്. എല്ലാവർക്കും അലോട്ട്മെന്റിൽ കിട്ടണം എന്നില്ല. കാരണം നമുക്ക് വളരെ കുറച്ച് സീറ്റാണ് അവസാന ഘട്ടത്തിൽ സ്പോട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് സീറ്റ്സാണ് ഈ 14 ജില്ലയിലും കാൻഡിഡേറ്റ്സ് ഇതിനു വേണ്ടി എന്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇതിനു വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ പ്രയോറിറ്റി അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, സീറ്റൊക്കെ ഫില്ലായി പോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്പോട്ടിന് 69 അല്ലെങ്കിൽ 70 സീറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ 14 ജില്ലയിലും കൂടെ ടോട്ടൽ 1000 പേര് ഇതിനു വേണ്ടി പങ്കെടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഈ 1000 പേർക്കും കിട്ടത്തില്ല. മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ, പിന്നെ കാറ്റഗറി റിസർവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, അലോട്ട്മെന്റ് കിട്ടുന്നത്. സോ കിട്ടാത്തവരാരും എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല. പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്ക് എന്ത് ചെയ്യുക, അലോട്ടഡ് ലിസ്റ്റിൽ നോക്കുമ്പോൾ സീറ്റ് വേക്കൻസി അറിയാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ കൊടുക്കുക. BSc നഴ്സിംഗിൻ്റെ അലോട്ട്മെന്റ്സും കാര്യങ്ങളും ഒക്കെ നവംബർ 30 തന്നെ എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഒരു റൂള് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് LBSന്റെ അലോട്ട്മെന്റ്സ് ഒക്കെ പെട്ടെന്ന് ഇവിടെ ഫൈനൽ സ്റ്റേജ് എത്തി നിൽക്കുന്നത്. അത് എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.